ഹായ്, ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിലാണുള്ളത്. നല്ല കാടിൻ്റെ അന്തരീക്ഷമുണ്ട്, മഴയുടെ അന്തരീക്ഷമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ വയനാട്ടിലെ LGSന്റെ 15ാം റാങ്കുകാരിയായിട്ടുള്ള രഞ്ജിതയെ കാണാനാണ്. അപ്പോൾ രഞ്ജിത എൻ്റെ കൂടെ ഉണ്ട്. രഞ്ജിതയുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പങ്കുവയ്ക്കും. എങ്ങനെയായിരുന്നു രഞ്ജിത അതിലേക്കുള്ള തുടക്കം, PSCയിലേക്കുള്ള ഒരു തുടക്കം എങ്ങനെയായിരുന്നു? എനിക്ക് ചെറുതെങ്കിലും സ്ഥിരമായിട്ടുള്ള ഒരു വരുമാനം വേണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പം പിന്നെ അതിന് വേണ്ടിയിട്ടാണ് PSC എന്ന് പറഞ്ഞ ഒരു ഫീൽഡിലേക്ക് ഞാൻ ഇറങ്ങാൻ തീരുമാനിച്ചത്. പിന്നെ തുടക്കത്തിലൊക്കെ സ്വന്തമായിട്ട് പഠിച്ച് നേടാം എന്നൊക്കെ ഒരു ചിന്ത എൻ്റെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കോമ്പറ്റീഷനും എല്ലാം കൊണ്ട് ആയതുകൊണ്ട് എനിക്ക് ഒരു ഗൈഡൻസിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നി. അങ്ങനെയാണ് സുജയ് സാറിന്റെ തന്നെ ഒരു ക്ലാസ്സിൽ നിന്നാണ് എനിക്ക് ഗോൾഡ് ബാച്ചിനെ കുറിച്ചുള്ള അറിവ് കിട്ടിയത്. അപ്പൊ അന്ന് വീട്ടിൽ പറഞ്ഞപ്പം ഹസ്ബൻഡ് ആണെങ്കിലും എനിക്ക് നല്ല സപ്പോർട്ട് തന്നു. ഉള്ള വരുമാനത്തിലാണെങ്കിലും അതിനെ കുറച്ച് നിന്റെ ഫീസിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി LGSന്റെ ഗോൾഡ് ബാച്ചിലേക്ക് ഞാൻ ചേർന്നു. യൂണിവേഴ്സിറ്റി LGSന്റെ ഗോൾഡ് ബാച്ച് ചേർന്നതിന് ശേഷം എനിക്ക് അത്യാവശ്യം നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായെന്നാണ് തോന്നി. പക്ഷെ നമുക്കറിയാലോ യൂണിവേഴ്സിറ്റി LGS നമുക്ക് കൈവിട്ട് പോയ എക്സാം ആണ്. പിന്നീട് അപ്പൊ തന്നെ പഠനം ഒന്നും ഉപേക്ഷിച്ചില്ല. പിന്നെ തുടർന്ന് വേരിയസ് LGSന്റെ ഗോൾഡ് ബാച്ചിലേക്ക് ഞാൻ ചേർന്നു. വേരിയസ് LGSന്റെ ഗോൾഡ് ബാച്ചിന് ശേഷം ഇപ്പൊ ഫൗണ്ടേഷൻ ബാച്ചിൽ ഞാൻ മെമ്പറാണ്. ഞാന് എന്തുകൊണ്ട് ഞാൻ എൻട്രി തന്നെ ഞാനിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് എന്റെ ഇമ്പ്രൂവ്മെന്റ് കാരണമാണ്. ഒന്നിനൊന്നിന് എനിക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, മെച്ചമുണ്ട്. അതുകൊണ്ടാണ് എന്റെ ഒരു ജോലി എനിക്ക് ഇതിലൂടെ സാധ്യമാകും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഇനിയും റാങ്ക് മെച്ചപ്പെടുത്താൻ ഞാൻ ശ്രമിക്കും. എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ അത് സാധ്യമാകും. അതെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. സന്തോഷം. അപ്പൊ എങ്ങനെയായിരുന്നു പഠന രീതികളൊക്കെ? എങ്ങനെ അവർക്ക് കഴിഞ്ഞ് പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ എന്താണ്? രണ്ട് കുട്ടികളൊക്കെ ഉണ്ടല്ലോ അല്ലെ? രണ്ട് കുട്ടികളുണ്ട്. ഒരാള് 5 വയസ്സ്, ഒരാള് 3 വയസ്സ്. ഞാന് LGSന് പഠിച്ചിരിക്കുന്ന സമയത്ത് ഇളയവന് 1.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എങ്ങനെയാ പഠന രീതി എന്ന് പറഞ്ഞാല് എനിക്ക് അങ്ങനെ കുത്തിയിരുന്ന് പഠിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഈ വോയിസ് കേട്ടോണ്ടിരിക്കും. അടുക്കളയിൽ പണിയെടുക്കുമ്പോ, അലക്കുമ്പോ, മുറ്റം അടിക്കുമ്പോ, പാത്രം കഴുകുമ്പോ ഒക്കെ എന്റെ കയ്യിൽ ഒരു വോയിസ് ഉണ്ടായിരിക്കും. നമ്മുടെ എൻട്രീന്റെ ക്ലാസ് എന്റെ കയ്യിൽ ഉണ്ടായിരിക്കും. എനിക്ക് ഹെഡ്സെറ്റ് വെച്ച് കേട്ട് പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതായത് കുനിഞ്ഞു നിന്ന് പണിയെടുക്കുമ്പോൾ അത് താഴെ വീണു പോകും. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഒരു കപ്പിനുള്ളില് ഈ ഫോൺ ഇറക്കി വെക്കും. അതിന്റെ സ്പീക്കർ അടി വരത്തക്ക വിധം ഞാൻ ആ ഫോൺ അതിൽ ഇറക്കി വെക്കുമ്പോൾ നല്ല സൗണ്ട് കിട്ടും. ആയിട്ട് ഈ കപ്പും ഒരു ഫോണും എന്റെ അടുത്ത് എപ്പോഴും ഉണ്ടാകും, എന്ത് പണിയെടുക്കുമ്പോഴാണേലും. അപ്പൊ ഈ വോയിസ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും ഇടയ്ക്ക് സമയം കിട്ടിയാൽ, കുഞ്ഞാവ് ഉറങ്ങുമ്പോഴോ ഒക്കെ സമയം കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും, PDF മനസ്സിരുത്തി വായിക്കും. PDF വായിക്കാൻ എനിക്ക് കിട്ടുന്ന സമയം ഉപയോഗിക്കും. അല്ലാത്ത ജോലി സമയങ്ങളിലൊക്കെ ഈ വോയിസ് കേട്ടുകൊണ്ടേയിരിക്കും. വോയിസ് കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് എൻട്രിയിലെ ടീച്ചേഴ്സിന്റെ ഒക്കെ വോയിസ് എനിക്ക് കാണാപ്പാടാണ്. ഏത് ജനക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് നിന്ന് എനിക്ക് അവരുടെ വോയിസ് തിരിച്ചറിയാൻ കഴിയും. കാരണം എന്താണ്, ഈ കേട്ടോണ്ട് റീൽസ് കണ്ടായിരുന്നു മുമ്പ്. അതായത് സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഇങ്ങനെ ടീച്ചർ ഇരിക്കും, പറയുന്ന കുട്ടികൾ ഇങ്ങനെ കണ്ണു പൊത്തി പിടിച്ചിട്ട് ഓരോരുത്തരുടെ പേര് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതേപോലെയാണ് എല്ലാ ടീച്ചേഴ്സിന്റെ ശബ്ദം കേട്ടാൽ എനിക്ക് തിരിച്ചറിയാം. കാരണം അത്രയും ബ്രെയിനിനുള്ളിൽ ഒരു സ്വന്തക്കാരുടെ സൗണ്ട് പോലെ അത് ഫീഡായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷമാണ് ഞങ്ങൾക്ക്. കാരണം എത്രയോ ദൂരം നിന്നിട്ട് നിങ്ങളൊക്കെ ആ രീതിയിൽ നമ്മളെ മനസ്സിലായിട്ട് സ്ഥാനം തരുന്നുണ്ടെന്ന് പറയുമ്പോൾ വളരെ സന്തോഷമാണ്. ഞാന് പഠന രീതി എന്ന് പറയുമ്പോ പ്രത്യേകിച്ച് ഞാൻ 4 മണിക്ക്, പുലർച്ചെ 4 മണിക്ക് സാറിന്റെ പഠന രീതി എന്ന് വെച്ചാല് ഞാന് പുലർച്ചെ 4 മണിക്കാണ് ഉണരുക. 4 മണി മുതൽ അടുക്കള കയറുന്നത് വരെ ഞാൻ പഠിക്കും. അതിനുശേഷം രാത്രി 10 മണി വരെയുള്ള ടൈമില് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത് ആ സമയത്ത് PDF വായിക്കും. അല്ലാത്ത സമയം ജോലി സമയങ്ങളിലൊക്കെ ഈ വോയിസ് കേൾക്കും. അങ്ങനെയാണ് എന്റെ പഠന രീതി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നത് ഞാനൊരു ഡാറ്റ എടുത്തിട്ടുണ്ടായിരുന്നു എൻട്രിന്ന് ഗോൾഡ് ബാച്ചിന്റെ. അപ്പൊ എനിക്ക് തോന്നുന്നത് നിങ്ങൾ നന്നായിട്ട് എക്സാം നന്നായിട്ട് ചെയ്തൊരു വ്യക്തിയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം എൻട്രിയിലെ മൊത്തം നിങ്ങൾ ചെയ്ത ക്വിസില് അതായത് ഒരു 84 മാത്രമേ നിങ്ങൾക്ക് തെറ്റിയിട്ടുള്ളൂ. 3613 മാർക്ക് സ്കോർ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. 3660 കറക്റ്റും 84 റോങ്ങും. അങ്ങനെ 3613 സ്കോറുണ്ട്. ഞാൻ നോക്കിയപ്പോൾ അതായത് നമ്മൾ ചെയ്ത എക്സാമിന്റെ ഒക്കെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പൊ അതൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാറേ, ലൈവ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഈ രാവിലെ 8 മണിക്ക് ശേഷം നമുക്ക് ലീഡർ ബോർഡ് കിട്ടുമല്ലോ. ആ ലീഡർ ബോർഡില് എനിക്ക് എന്റെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാനുള്ള ഒരു സാഹചര്യം കിട്ടുന്നുണ്ട്. അപ്പൊ ഓരോ ദിവസം എക്സാം എഴുതുമ്പോഴും എനിക്ക് മുന്നോട്ട് വരണം എന്നുള്ളൊരു അർജ് അത് എന്റെ ഉള്ളിൽ ഉണ്ടാവാറുണ്ടായിരുന്നു. ലൈവ് എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ എനിക്ക് എന്താ പറയാ, ഒരു എക്സാമിനെ ഒരാൾക്ക് എങ്ങനെ സമീപിക്കാം
അതായത് എനിക്ക് പേഴ്സണലായിട്ട് ഒരു എക്സാം പേപ്പർ കിട്ടുമ്പോൾ അത് ഏത് രീതിക്ക് ചെയ്യാന്നുള്ളൊരു ശൈലി രൂപപ്പെടുത്താൻ വേണ്ടിയിട്ടും എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതായത് ഞാനൊരു 3 സ്റ്റേജ് ആയിട്ടാണ് ഒരു എക്സാമിനെ അപ്രോച്ച് ചെയ്യുക. ഫസ്റ്റ് ആദ്യം മുതൽ അവസാനം വരെ അറിയുന്നത് മാത്രം ചെയ്യും. ആ പോകുന്ന പോക്കില് ഞാൻ എന്താക്കും, എനിക്ക് ഇച്ചിരി അറിയാവുന്നതും കുറച്ചൊക്കെ ചിന്തിച്ചാൽ കിട്ടുന്നതായിട്ട് തോന്നുന്നൊക്കെ സ്റ്റാർ ഇട്ട് വെച്ച് പോകാറുണ്ട്. അപ്പൊ ഈ സെക്കൻഡ് സ്റ്റേജിൽ വരുമ്പോൾ ഈ സ്റ്റാർ ഇട്ട് വെച്ചത് പ്രസ്താവന ചോദ്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് കുറച്ചും കൂടി ശ്രദ്ധിച്ച് വായിച്ച് ആൻസർ ചെയ്യാൻ ശ്രമിക്കും. പിന്നെ മൂന്നാമതൊരു വരവുണ്ട്, അതെന്റെ 50-50 എടുക്കലാണ്. പ്രദീപ് സാർ എപ്പോഴും പറയുമായിരുന്നു 50-50 എടുക്കാതെ ഒരു എക്സാം ക്രാക്ക് ചെയ്യാന്നൊന്നും വിചാരിക്കണ്ട, നമുക്ക് പറ്റിയെങ്കിൽ ഒരു 50% ചാൻസ് അവിടെ ഉണ്ടെങ്കിൽ 50-50 എടുത്തോളുക. അത് കണ്ണും പൂട്ടി ഞാൻ എടുക്കാറുണ്ട്. ലോജിക്കൽ കറക്കി കൂട്ടും. അതായത് ഇപ്പൊ 2 എണ്ണം അറിയാം, 2 എണ്ണം നമുക്ക് കട്ട് ചെയ്ത് കളയാം, ഈ 2 എണ്ണത്തിൽ ഏത് അപ്പൊ ആ ഒരു 50-50 ചാൻസ് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ വരും. അവസാന നിമിഷങ്ങളിൽ അങ്ങനെയുള്ള റിസ്കിലൂടെയാണ് ആദ്യ റാങ്കുകളിലേക്ക് വരുന്ന എല്ലാവരും. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 300 ഒതുങ്ങേണ്ട ഒരാള് ഈ 15ലേക്ക് എത്തിയിട്ടുണ്ടാവുക ആ ഒരു സ്ഥാനത്തിലൂടെയാണ്. പല ഉദ്യോഗാർത്ഥികൾക്കും ധൈര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം പണ്ട് മുതലേ കേൾക്കുന്നതാണ്, അവർ അറിയുന്ന മാത്രം എഴുതിയാൽ മതി. ആ ഒരു സാധനത്തിൽ സ്വീകരിച്ച് വരുന്നവരാണ് കാലങ്ങളായി പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ക്ലാസ് പ്രദീപ് സാറിന്റെ ആണെങ്കിലും മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് ഇതൊക്കെ എന്തായാലും 50-50 ചാൻസ് എന്തായാലും എടുക്കും. മാത്സും അത്യാവശ്യം 20 മാർക്ക് എത്ര സ്കോർ ചെയ്ത്? മാത്സ് 18 മാർക്ക് വരെ സ്കോർ ചെയ്തിട്ടുണ്ട്. GK വിഷയങ്ങൾ എല്ലാം അത്യാവശ്യം GK വിഷയങ്ങൾ കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഇച്ചിരി പാടായിട്ട് തോന്നിയത് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു അല്ലേ? ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. കറണ്ട് അഫയേഴ്സിന് എന്തെങ്കിലും പ്രത്യേക സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുണ്ടോ പഠിക്കാൻ? കറണ്ട് അഫയേഴ്സ് ഞാൻ എൻട്രീന്റെ ആപ്പിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് കിട്ടുമായിരുന്നല്ലോ. അതിന് മുന്നേ തന്നെ പത്രം വായിക്കണം. ജയകൃഷ്ണൻ സാർ എപ്പോഴും പറയും നിങ്ങൾ പത്രം വായിക്കുക. ആ പത്രം വായിക്കുന്ന കണ്ടന്റും നമ്മുടെ ക്ലാസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റബിൾ ആയിരിക്കും എന്ന് സാർ എപ്പോഴും പറയും. പത്രം വായിക്കുമ്പം PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കണ്ടന്റ് ഉണ്ടാവില്ലേ, ടോപ്പിക്കുകൾ, ആ ടോപ്പിക്കുകൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് വായിക്കും. അപ്പം അതൊന്നുകൂടി സ്ട്രെസ് ചെയ്ത് വായിച്ചതിന് ശേഷം നമ്മുടെ ഡെയിലി കറണ്ട് അഫെയറിലേക്ക് പോകുമ്പോൾ അത് സാർ ആ ക്ലാസ്സിൽ ആ കാര്യം പറയുമ്പോൾ നമുക്ക് കൂടുതൽ റിലേറ്റബിൾ ആയിരിക്കും. അതേപോലെ ഡെയിലി കറണ്ട് അഫെയർ തന്നെയാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അത് റിവൈസ് ചെയ്ത് പോവുക. വീക്കിലി സാറും അർച്ചന മിസ്സും തന്നെ ക്ലാസ് ഇടാറുണ്ടല്ലോ, അതും കൂടെ നിന്ന് റിവൈസ് ചെയ്യുക. ഇതൊക്കെയായിരുന്നു കറണ്ട് അഫെയറിന് നമ്മുടെ ആ ഒരു ബാച്ചിലുള്ള റിവിഷൻ അല്ലാതെ റിവിഷൻ എന്തെങ്കിലും പ്രത്യേക റിവിഷൻ സ്ട്രാറ്റജിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചായിരുന്നോ? ബാച്ചിലുള്ള റിവിഷൻ ചെയ്യാറുള്ളത് എങ്ങനെയാണ്? നമുക്ക് സ്റ്റഡി പ്ലാനിൽ റിവിഷൻ തരുന്നുണ്ട്. പിന്നെ അത് തന്നെ എനിക്ക് കൊണ്ടുപോകാനുള്ള സമയമേ ഉള്ളൂ. എന്റെ ഒരു ഡെയിലി ലൈഫിൽ അത്രേ സമയമേ ഉള്ളൂ. എൻട്രി ഉണ്ടെങ്കിൽ എൻട്രീനോടൊപ്പം തന്നെ നിൽക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇല്ലില്ല. അത് പല ഉദ്യോഗാർത്ഥികളുടെ സംശയമാണ്. അതായത് സാറേ ഇത് കംപ്ലീറ്റ് നോട്ട് ചെയ്ത് തീരുന്നില്ല, ഇനി എനിക്ക് പഠിക്കാൻ സമയമില്ല, എനിക്ക് 3 കുട്ടികളുണ്ട്, ഇത് കംപ്ലീറ്റ് നോട്ട് ചെയ്ത് തീരുമ്പോഴേക്കും സമയം തീരുന്നു, പഠിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും പറയാം, ഞാൻ പലരോടും പറയുന്നതാണ് അതിന്റെ ആവശ്യമില്ല, ആദ്യ റാങ്കുകൾ നേടുന്നവർ പോലും അത് ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും കുട്ടികൾക്ക് അത് ബോധ്യമാവില്ല. അപ്പൊ നിങ്ങളൊക്കെ വാക്കുകളിലൂടെ കേൾക്കുമ്പോഴാണ് ഇവരൊക്കെ ഉൾക്കൊള്ളുന്നത്. എന്തായാലും നമുക്കറിയാം PDF മൊത്തം നമ്മൾ നോട്ട് ചെയ്തെടുക്കാൻ ആ നോട്ട് എഴുതാനുള്ള നേരമേ ഉള്ളൂ, പഠിക്കാൻ നേരമില്ല. അപ്പൊ മൊത്തം നമ്മളിപ്പോ നോട്ട് ചെയ്താൽ നിന്ന ഒരു റാങ്ക് ഫയലിൽ അത്രയും നോട്ട് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ സമയം എത്ര പോയി? എന്തായാലും ആ PDF മനസ്സിരുത്തി പഠിക്കുക. ആ പഠിച്ചതേ നമുക്ക് എക്സാമിൽ എഴുതാൻ പറ്റും. അതുകൊണ്ട് ഞാന് ഇപ്പോഴും ഉണ്ട് കുനുകുനാ എഴുതി വെക്കുന്ന ആൾക്കാരുണ്ട്, മറ്റേ ഉത്തരം എന്ന് പറയുന്നു ആ ടൈപ്പിൽ ചെയ്ത് വെക്കുന്നവരുണ്ട്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിക്കോളൂ, അവരൊക്കെ പറയുമ്പോഴെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാന്ന് പറഞ്ഞു, ഞാനും പരിചയപ്പെട്ടല്ലോ, എനിക്കും നല്ലൊരു വ്യക്തിയാണ്, എല്ലാ സപ്പോർട്ടും തരുന്ന മനുഷ്യനാണെന്ന് മനസ്സിലായി. അതല്ലാതെ നിങ്ങളുടെ മൊത്തത്തിലുള്ള സാഹചര്യം എന്തായിരുന്നു? നമുക്കൊരു പഠനത്തിനുള്ള അന്തരീക്ഷമായിരുന്നോ? ഒരു കാര്യം പറഞ്ഞു, മക്കളുടെ കാര്യം പറഞ്ഞു, അല്ലാതെ മൊത്തത്തിലുള്ള ഒരു സപ്പോർട്ട്? ഞാനെന്ന് പറഞ്ഞാല് ഞാൻ +2 കഴിഞ്ഞിട്ട് നേരെ നഴ്സിംഗിന് പോയ ഒരാളാണ്. അപ്പൊ നഴ്സിംഗ് കഴിഞ്ഞ് 2 വർഷം ഞാൻ നഴ്സായിട്ട് ജോലിയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ചെയ്യുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് സംതൃപ്തമല്ല. കാരണം ഇത് എന്റെ വഴിയല്ല എന്നുള്ളൊരു ഉൾവിളി. പിന്നെയാണ് എന്റെ വിവാഹം കഴിയുന്നതും പ്രഗ്നന്റ് ആവുന്നതും. പിന്നെ ആ ഒരു ഭാഗവേ ഇല്ല, ജോലി എന്ന് പറയുന്ന ഭാഗവേ ഇല്ല. ഉള്ളിലിരുന്ന് വിങ്ങുക എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു. ആ ഒരു സമയത്ത് എന്റെ അനിയത്തിയാണ് എനിക്ക് ആദ്യമായിട്ട് ഇൻസ്പിറേഷൻ തന്നത്. എടി നീ PSC പഠിക്കുക, PSCയിലേക്ക് ഇറങ്ങുക, നിനക്ക് കിട്ടുന്ന സമയം ഉപയോഗിക്കാൻ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴിയാണ് അവള് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇറങ്ങി, കുറെ റാങ്ക് ഫയലൊക്കെ എടുത്തു വെച്ചിട്ട്. പക്ഷെ അതിലൊന്നും നടപടി ആയില്ല എന്നുള്ള കാര്യം പിന്നീട് ഗോൾഡ് ബാച്ചിലേക്ക് വന്നപ്പോഴാണ് എന്നിലുള്ള ശരിക്കുള്ള കഴിവ് ഇംപ്രൂവ്മെന്റ് ആയിട്ട് അനിയത്തി ഒരുപാട് ജീവിത പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ.
അവളുടെ ഫസ്റ്റ് ഡെലിവറി ഭയങ്കര പ്രോബ്ലം ആയിരുന്നു. അങ്ങനെ കുഞ്ഞിന് തീരെ വയ്യാണ്ടായി. കുഞ്ഞ് പിന്നെ 2 മാസത്തോളം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു പ്രശ്നത്തിലാണ് അവളിപ്പോ. അവള് കര പിടിച്ച് കയറണം ഇനി. പിന്നെ അപ്പൊ അവളുടെ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ PSC അനിയത്തിയുടെ മോട്ടിവേഷൻ ആണെങ്കിൽ ഇനിയിപ്പോ ചേച്ചിയുടെ മോട്ടിവേഷനിൽ അനിയത്തി പഠിക്കാൻ തുടങ്ങട്ടെ എന്നുള്ള അതെ ചെയ്യാണല്ലോ നമുക്ക്. അതും പ്രധാന കാര്യമാണല്ലോ നമ്മളെ സംബന്ധിച്ച്. നമ്മൾ നേടുന്നതും അതേപോലെ തന്നെ നമ്മൾ കാരണം മറ്റൊരാൾ നേടിയിട്ട് ഇതേപോലെ പറയുന്നതും വലിയ കാര്യമാണ്. അതെ, എന്നെ ആവുന്ന സഹായം ഞാൻ അവൾക്ക് ചെയ്യും. പിന്നെ എന്റെ ഹസ്ബൻഡ് അധികം ഉണ്ടായിട്ടൊന്നും അല്ല, പക്ഷെ തുച്ഛമായ വരുമാനത്തിൽ നിന്നാണേലും പഠിപ്പിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. വീട്ടുകാരുടെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു. മെയിനായിട്ട് എൻട്രി ടീമിന്റെ സപ്പോർട്ടാണ്. ഞങ്ങൾ പൈസ കൊടുത്തിട്ടാണ് പഠിക്കുന്നത്, ഓക്കെ, പക്ഷെ ഓരോ വ്യക്തി എന്ന നിലയിൽ അവരിടുന്ന ഇഫേർട്ടിന്റെ ബെനിഫിറ്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അതിന് എൻട്രി ടീമിനോട് എനിക്ക് ഒരുപാട് നന്ദിയും കടപ്പാടും ഉണ്ട്. ഹൃദയത്തിന്റെ ഭാഷയില്ലാതെ ഞാനിവിടെ ഈ ഒരു അവസരത്തിൽ പറയുകയും ചെയ്യാണ്. എൻ്റെ അധ്യാപകരോടും എല്ലാവരോടും എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. ഞാനും പറയാം എല്ലാവരോടും, ഞാൻ ടീച്ചേഴ്സിനോട് ഞാൻ പറയാം. പിന്നെ എല്ലാവരും വീഡിയോ കാണുമല്ലോ, പിന്നെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. എനിക്ക് പേരെടുത്ത് പറയാം എല്ലാ ടീച്ചേഴ്സും. റിനൈൻസൻസ് പഠിപ്പിക്കുന്ന രഞ്ജിത്ത് സാറ് പറയായിരുന്നു, നിങ്ങൾക്ക് ആ ചാര ലെറ്ററിലുള്ള അഡ്വൈസ് ലെറ്റർ പോസ്റ്റ്മാൻ വീട്ടിൽ കൊണ്ട് തരും. ഇത്രമേൽ കണ്ടന്റ് കിട്ടുന്ന, ഇത്രമേൽ അധ്വാനിക്കുന്ന, ആത്മാർത്ഥമായി പണിയിട്ടുന്ന നിങ്ങൾക്ക് കിട്ടിയില്ലേ ആർക്കാ കിട്ടുക എന്നിങ്ങനെ സാറിങ്ങനെ പൊള്ളി ഡയലോഗൊക്കെ അടിക്കുമായിരുന്നു. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ അങ്ങോട്ട് എനിക്ക് ഞാനൊരു സ്വപ്നലോകത്തിലായിരുന്നു. ആ സ്വപ്നം ഇപ്പൊ നേടാൻ പോകുവാണെന്ന്, ആ സ്വപ്നത്തിലേക്കുള്ള അരികിലേക്ക് ഞാൻ എത്താൻ പോവുകയാണെങ്കിൽ അതിനുള്ള ഒരൊറ്റ കാരണം എൻട്രിയാണ്. എൻട്രി ടീം മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് സിസ്റ്റംസിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട്. പിന്നെ സാറിന്റെ റാങ്ക് മേക്കർ വിദ്യാലയം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. സാറിന് അന്ന് അത് പ്രിപ്പയർ ചെയ്യാൻ തോന്നിയത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണ്. സാറ് അത് പിന്നെ എനിക്ക് തോന്നുന്നു, ഞാൻ LGSന്റെ എക്സാമിന്റെ സമയത്ത് LGSന്റെ സിലബസിൽ പെട്ട എല്ലാ ചാപ്റ്റേഴ്സും ഒരു 3 വട്ടം റിവിഷൻ എങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും എക്സാം ഹാളിൽ എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് സിസ്റ്റത്തിന് ആ ഒരു പുസ്തകത്തിനെയും കൂടി ഞാൻ പറയുകയാണ് കേട്ടോ. താങ്ക് യു. പിന്നെ ഇനിയിപ്പോ അടുത്ത പരീക്ഷകൾ ഇനി വരാൻ പോവാണ്. കമ്പനി ബോർഡ്, LGS വരാൻ പോവാണ്, അതിന് നോട്ടിഫിക്കേഷൻ ഒക്കെ വരാൻ പോവാണ്. അപ്പൊ ഇതിനൊക്കെ പഠിച്ചു തുടങ്ങുന്ന നിങ്ങളുടെ പിൻഗാമികളോട്, അതായത് ഒരു 15 റാങ്ക് നേടിയ ഒരു മിടുക്കിയാണ്, അപ്പൊ അതേപോലെയുള്ള റാങ്കുകൾ 100-നുള്ളിൽ റാങ്കുകൾ ആഗ്രഹിക്കുന്ന പലരും ഉണ്ടാവും. അപ്പൊ അവരോട് എന്താണ് പറയാനുള്ളത്? എൻ്റെ പ്രിയ കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, എൻട്രി ഗൈഡൻസ് നമ്മളെ കൈപിടിച്ചുയർത്തും. പക്ഷെ നമ്മുടെ ആത്മാർത്ഥമായ ഒരു പരിശ്രമവും കൂടി ഇട്ടാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നടക്കും, ഷുവറായിട്ടും നടക്കും. അപ്പോൾ കേട്ടല്ലോ, രഞ്ജിതയുടെ അനുഭവങ്ങൾ കേട്ടല്ലോ. അപ്പോൾ ഇതാണ് ഒരു വിജയത്തിന് ആവശ്യം. നമ്മൾ കൃത്യമായ ഒരു പ്ലാനോടുകൂടി ആ ഒരു കാലഘട്ടം മുഴുവൻ പഠിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നേടാവുന്നതേ ഉള്ളൂ. 15 റാങ്ക് നേടിയ ആളുടെ അനുഭവത്തിനാണ് പറയുന്നത്. ആ വെളിച്ചത്തിൽ പറയുന്ന കാര്യങ്ങളും എങ്കിലും നമ്മൾ കൃത്യമായിട്ട് ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലാവർക്കും നേടാവുന്നത് ഈ സർക്കാർ ജോലി. അല്ലാതെ പലയിടത്തിലും നിങ്ങൾ നെഗറ്റീവ് കമൻറ്റുകളൊക്കെ കാണും അല്ലേ, അത് അവിടെ ചേർന്നാലേ കിട്ടുള്ളൂ, ഇവിടെ ചേർന്നാലേ കിട്ടുള്ളൂ, പാർട്ടിക്കാർക്കേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ മുട്ടിലേണ്ടി വന്നാലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല വാചകങ്ങൾ നിങ്ങൾ കേൾക്കും. പക്ഷെ അതിനിടയിൽ ഇതേപോലെയുള്ള മിടുക്കന്മാർ പഠിച്ച് നേടുന്നുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഇറങ്ങിത്തിരിക്കുക. അല്ലാതെ നോട്ടിഫിക്കേഷൻ വന്നിട്ട്, അല്ലെങ്കിൽ പരീക്ഷാ തീയതി വന്നിട്ട്, അല്ലെങ്കിൽ അഡ്മിഷൻ ടിക്കറ്റ് വന്നിട്ട് എന്നിട്ട് ഞാൻ നോക്കാം അല്ലേ, ആ സമയത്ത് ഞാൻ ഇപ്പം നടത്തുന്നതിൻ്റെ ഭഗീരഥ പ്രയത്നം, അതിൻ്റെ എത്രയോ മടങ്ങ് പ്രയത്നം നടത്തി ഞാനങ്ങ് നേടിക്കളയും എന്ന് വിചാരിക്കുന്നതിലുപരി നമ്മൾ ചെയ്യേണ്ടത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ദീർഘകാല പഠനമാണ്. അതൊരു നമ്മൾ തളരാത്ത വിധത്തിലാവുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും വിജയത്തിലേക്ക് എത്താൻ പറ്റും. നമുക്ക് അളവിൽ കൂടുതലൊരു സാധനം തലയിൽ എടുത്തു വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് ക്ഷീണിച്ച് മടുത്ത് നിർത്തിപ്പോകും. അതേസമയം വളരെ കുറഞ്ഞ സാധനമാണ് നമ്മൾ എടുത്ത് തലയിൽ വെക്കുന്നതെങ്കിൽ അതും നമുക്ക് നെഗറ്റീവാണ്. കാരണം എന്താ, ചെറിയ അളവിൽ പഠിക്കുന്നത് കൊണ്ട് ഒരു കാര്യവും നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു മിതമായ അളവിൽ പഠിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും അത് തലയിൽ കയറുന്നതിനനുസരിച്ച് ഇയാൾ മെച്ചപ്പെടാൻ തുടങ്ങും, അയാളുടെ കഴിവ് കൂടി വരാൻ തുടങ്ങും. അങ്ങനെ 10 ദിവസം കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം പഠിക്കുമ്പോൾ നിങ്ങൾ 10 ദിവസം വരെ പഠിച്ച രീതിയിലല്ല പഠിക്കുന്നത്, പിന്നെ കുറച്ചുകൂടെ ലെവൽ കൂടിയിട്ടാണ്. അങ്ങനെ ആ ലെവൽ നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും. ദീർഘകാലം നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും പറ്റും. ആ ക്ഷമ എന്നുള്ളൊരു ഘടകം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങളിൽ ഒരാളാണ് നമ്മുടെ രഞ്ജിത. അപ്പോൾ എന്തായാലും രഞ്ജിതയുടെ സ്റ്റോറി നിങ്ങൾക്കെല്ലാം പ്രചോദനമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം മറ്റൊരു റാങ്ക് ഹോൾഡറുമായിട്ട് നമുക്ക് പിന്നീട് കാണാം.